വാർത്തകളിലേക്ക് വിശദമായി. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ.വി. തോമസ് ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയാകും. ക്യാബിനറ്റ് റാങ്കോടെ കെ.വി. തോമസിനെ നിയമിക്കാൻ മന്ത്രിസഭാ യോഗമാണ് തീരുമാനിച്ചത്. ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിൽ വിപുലമായ ബന്ധമുള്ള കെ.വി. തോമസിന്റെ സാന്നിധ്യം കേന്ദ്ര സംസ്ഥാന ബന്ധം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. കോൺഗ്രസുമായി അകന്ന കെ.വി. തോമസിന് സർക്കാരിലോ CPM-ലോ പ്രധാന പദവി ലഭിക്കുമെന്ന് നേരത്തെ വ്യക്തമായിരുന്നു. കെ.വി. തോമസിന്റെ ബന്ധങ്ങളും പരിചയസമ്പത്തും ഭരണരംഗത്ത് പ്രയോജനപ്പെടുത്താനാണ് തീരുമാനം. കേന്ദ്രമന്ത്രി, MP എന്നീ നിലകളിൽ ദീർഘകാലം ഡൽഹിയിൽ പ്രവർത്തിച്ച കെ.വി. തോമസിന് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളുമായും ഉദ്യോഗസ്ഥ പ്രമുഖരുമായും അടുത്ത ബന്ധമാണുള്ളത്. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് മുൻ MP A. സമ്പത്തായിരുന്നു ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി. നെതർലൻഡ് മുൻ അംബാസഡർ വേണുരാജാമണിയെ ഡൽഹിയിൽ കേരള സർക്കാരിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി 2021 സെപ്റ്റംബർ 15 നിയമിച്ചിരുന്നു. 2022 സെപ്റ്റംബറിൽ സേവന കാലാവധി 1 വർഷത്തേക്ക് നീട്ടി നൽകുകയും ചെയ്തു. അതിനു പുറമെയാണ് ഇപ്പോൾ കെ.വി. തോമസിന്റെ നിയമനം. സിൽവർ ലൈൻ അടക്കമുള്ള സർക്കാരിന്റെ സ്വപ്ന പദ്ധതികൾക്ക് ജീവൻ വയ്ക്കാനും കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്ന് സർക്കാർ കരുതുന്നു. കെ.വി. തോമസിന്റെ സാന്നിധ്യം ഇക്കാര്യങ്ങളിലൊക്കെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 തിരുവനന്തപുരം. സ്ഥാനലബ്ധിയിൽ സന്തോഷമെന്ന് കെ.വി. തോമസ് ന്യൂസ് 18നോട്. മുഖ്യമന്ത്രിക്കൊപ്പം ചേർന്ന വികസന കാര്യങ്ങൾ നടപ്പിലാക്കും. തന്നെ കോൺഗ്രസ് അവഗണിച്ച പോലെയാണ് ശശി തരൂരിനെ അവഗണിക്കുന്നത്. കെ. മുരളീധരന് ഡൽഹിയിലെ കാലാവസ്ഥയാണോ നാട്ടിലെ കാലാവസ്ഥയാണോ താല്പര്യമെന്ന് അറിയില്ല എന്നും കെ.വി. തോമസ് പ്രതികരിച്ചു. നമുക്കൊരു ഉത്തരവാദിത്വം വരുമ്പോൾ സന്തോഷമാണ്. ആ ഉത്തരവാദിത്വം ചെറുതും വലുതുമായിട്ട് ഉത്തരവാദിത്വം നമുക്കറിയില്ല. ഞാൻ കുമ്പളങ്ങിയിലെ വാർഡ് പ്രസിഡൻ്റായിട്ട് വന്നു. അത് വന്ന് സന്തോഷത്തോടെ സ്വീകരിച്ചത്. DC സെക്രട്ടറിയായി അന്ന് അത് സന്തോഷമായിരുന്നു. DC പ്രസിഡൻ്റായി, കേന്ദ്രമന്ത്രിയായി, സംസ്ഥാന മന്ത്രിയായി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നടപ്പിലാക്കുക. അതിന് എൻ്റെ ഒരു ആത്മാർത്ഥമായ പരിശ്രമം എന്നും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. മുരളിക്ക് ഞാൻ മറുപടി പറയുന്നില്ല. അതിന് കാലാവസ്ഥ അതിപ്പോൾ മുരളി എങ്ങനെ അത് കാണുന്നതെന്ന് എനിക്കറിയില്ല. മുരളിക്ക് ഡൽഹി ഇഷ്ടമാണോ അതല്ല അദ്ദേഹത്തിന് ഇഷ്ടം കേരളമാണോ എന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ. കെ.വി. തോമസിന് ഡൽഹി കാലാവസ്ഥ ഇഷ്ടമാണെന്നായിരുന്നു കെ. മുരളീധരന്റെ പ്രതികരണം. അത് നല്ലതാണ്. അദ്ദേഹത്തിന് ഡൽഹി ക്ലൈമറ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അത് നല്ലതാണ്. പോകുന്നവരെ കുറിച്ചൊന്നും ഞാൻ ആശയമൊന്നും പറയുന്നില്ല. പോകുന്നവർ പോയിക്കോട്ടെ. അതുകൊണ്ട് അവർക്ക് മാനസികമായിട്ട് സമാധാനം കിട്ടുമെങ്കിൽ ഓക്കെ. പക്ഷേ ഈ കിട്ടുന്ന പദവിയൊക്കെ അത്ര വലിയ കാര്യമൊന്നുമില്ല. കേരള ഹൗസിൽ പോയിട്ട് റൂമുണ്ടാവും, ശമ്പളം ഉണ്ടാവും, സുഖമായിട്ടിരിക്കുക. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. നിയമമന്ത്രി P. രാജീവിന്റെ അധ്യക്ഷതയിലുള്ള മന്ത്രിസഭാ ഉപസമിതിയാണ് നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കിയത്. ഇതിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനം അടക്കമുള്ള രാഷ്ട്രീയ പരാമർശങ്ങൾ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി. അടുത്ത തിങ്കളാഴ്ച ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാകും ബജറ്റ് സമ്മേളനം തുടങ്ങുക. കേന്ദ്ര വിമർശനങ്ങൾ അതേപടി വായിക്കാൻ ഗവർണർ തയ്യാറാകുമോ എന്നതാണ് നിർണായകം. CPM സ്വതന്ത്ര ജോസിൻ ബിനോ പാലാ നഗരസഭ അധ്യക്ഷ. 26-അംഗ നഗരസഭയിൽ ബിനു പുളിക്കക്കണ്ടത്തിന്റേതുൾപ്പെടെ 17 LDF അംഗങ്ങളുടെയും വോട്ടുകൾ ജോസിൻ ബിനോയ്ക്ക് ലഭിച്ചു. പ്രതിപക്ഷ നേതാവ് സതീഷ് ചെല്ലാനിയുടെ വോട്ട് അസാധുവായി. ജോസ് കെ മാണിയുടെ ആവശ്യം CPM അംഗീകരിച്ചതോടെ ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാതെ പോയ ബിനു പുളിക്കക്കണ്ടം കറുത്ത ഷർട്ട് ധരിച്ചാണ് കൌൺസിൽ യോഗത്തിനായി എത്തിയത്. ജോസ് കെ മാണിക്കെതിരെ വാർത്താ സമ്മേളനത്തിൽ കടുത്ത വിമർശനം ഉന്നയിച്ച ബിനു ഇന്നത്തേത് ദിനമാണെന്നും തുറന്നടിച്ചു. ആ പ്രതികരണത്തിലേക്ക്. ഞാൻ എന്താണെന്നറിയില്ല, ഒരിക്കലും ഇത് പ്രതിഷേധമല്ല. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇത് പ്രതിഷേധമല്ല. പക്ഷെ എന്താണെന്നുള്ളത് ഞാൻ പറയാം. താങ്കൾ ജോസ് കെ മാണിക്ക് തുറന്ന കത്തെഴുതി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി താങ്കൾ ഇനി കറുത്ത വസ്ത്രമേ ധരിക്കൂ എന്ന് അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കത്തോ എന്തെങ്കിലും ജോസ് കെ മാണിക്ക് തുറന്ന കത്ത് എഴുതി കഴിഞ്ഞിട്ടില്ല. കൗൺസിൽ കാലം കഴിയണം. അത് കഴിയുമ്പോഴേ എഴുതി തീരുള്ളൂ. തുറന്ന കത്ത് എഴുതും ഉറപ്പായിട്ടും. ഈ കറുത്ത വസ്ത്രം അണിഞ്ഞതിന്റെ പേരിൽ എന്തെങ്കിലും പാർട്ടി നടപടി ഉണ്ടായാലും എന്തിനാ? ഈ കറുപ്പിനോട് പാർട്ടിക്ക് ഒരു വിരോധവും ഇല്ലല്ലോ. മൈക്ക് വെച്ചിട്ടുണ്ട്. കറുപ്പിനോട് പാർട്ടിക്ക് ഒരു വിരോധവും ഇല്ല. അപ്പൊ പ്രതിഷേധത്തിന്റെ പ്രതിഷേധമല്ല.
വാർത്തയുടെ വിശദാംശങ്ങളുമായി ജി ശ്രീജിത്ത് അവിടെ നിന്നും ചെയ്യുന്നുണ്ട്. ശ്രീജിത്ത്, എന്തായാലും ജോസിൻ ബിനോ അവസാനം നഗരസഭാ അധ്യക്ഷയായിരിക്കുന്നു. കടുത്ത വിമർശനമാണ് ജോസ് കെ മാണിക്കെതിരെ ഈ അവസാനം മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ ബിനു പുളിക്കക്കണ്ടം വ്യക്തമാക്കിയത്. എങ്ങനെയാണ് കാണേണ്ടത്? കാര്യങ്ങൾ എങ്ങനെയാണ്? ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് ജോസ് കെ മാണിക്കൊപ്പമാണ് എന്ന് CPM സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത്. സ്വന്തം പാർട്ടി അംഗവും പാർട്ടി ചിഹ്നത്തിൽ വിജയിച്ച ഏക അംഗം കൂടിയായ ബിനു പുള്ളിക്കക്കണ്ടത്തെ ഒഴിവാക്കിക്കൊണ്ട് ജോസിൻ ബിനു എന്ന ഇടത് സ്വതന്ത്രയെ ചെയർപേഴ്സണാക്കി തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും രാഷ്ട്രീയ പോര് തുടർന്നു. നാടകീയ രംഗങ്ങളുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ബിനു പുള്ളിക്കക്കണ്ടം കറുത്ത വസ്ത്രം അണിഞ്ഞുകൊണ്ട് വന്നു പറഞ്ഞത് സമർപ്പണത്തിന്റെ നിറം കൂടിയാണ് കറുപ്പ്, അതുകൊണ്ടാണ് താൻ കറുപ്പ് അണിഞ്ഞത് എന്ന് പറയുകയും ചെയ്യുന്നു. എന്തായാലും ഇനി ഈ കൗൺസിൽ കാലയളവിലും മാത്രമല്ല ജോസ് കെ മാണിക്കൊപ്പമാണ് പാലയിൽ രാഷ്ട്രീയം തുടരേണ്ടത്. അതുകൊണ്ട് തന്നെ താൻ കറുപ്പ് തുടരുമെന്നും ബിനു പുളിക്കക്കണ്ടം വ്യക്തമാക്കുകയാണ്. 35 വർഷത്തിനൊടുവിലാണ് താൻ വെള്ള വസ്ത്രം ഒഴിവാക്കി കറുപ്പ് വസ്ത്രത്തിലേക്ക് മാറുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയാണ്. ജോസ് കെ മാണിക്ക് പ്രതികാരത്തിന്റെ രാഷ്ട്രീയമാണ്, ഏതെങ്കിലും തറവാട് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമല്ല CPMനുള്ളത് എന്നതടക്കമുള്ള ഗുരുതര വിമർശനങ്ങളും ബിനു പുളിക്കക്കണ്ടം ഉയർത്തുന്നുണ്ട്. ജോസ് കെ മാണി കഴിഞ്ഞ തവണ നിയമസഭയിൽ തോറ്റ ആളാണ്. അത്തരം ആളുകൾക്ക് വീണ്ടും നിയമസഭയിലെത്താൻ MLC മാതൃക വേണം എന്നും അദ്ദേഹം പ്രമേയത്തിലൂടെ അവതരിപ്പിക്കുമെന്നും വ്യക്തമാക്കി. മാത്രമല്ല മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നത്തിൽ ഇടപെടുന്നത് ശരിയല്ല. ജോസ് കെ മാണി തോറ്റപ്പോൾ വേണമെങ്കിൽ റോഷി അഗസ്റ്റിനെ ഇനി കൊണ്ടുവന്ന് അദ്ദേഹം ഇവിടെ ഉചിതനായ സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹത്തെ കൊണ്ടുവന്ന് പാല തിരിച്ചു പിടിക്കാൻ CPM അങ്ങ് നിർബന്ധിക്കുകയാണെങ്കിൽ ജോസ് കെ മാണി എന്തു പറയുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. എന്തായാലും ജോസ് കെ മാണിക്കെതിരായ കടുത്ത പോരാട്ടം താൻ തുടരുമെന്ന് തന്നെ ബിനു പുളിക്കക്കണ്ടം വ്യക്തമാക്കുകയാണ്. ബിനുവിനൊപ്പമുള്ള ഇടത് സ്വതന്ത്ര കൗൺസിലർമാരും റോഷൻ ബിനു അടക്കമുള്ളവരും ജോസിൻ ബിനു അടക്കമുള്ളവരും ഇന്ന് വ്യക്തമാക്കിയതും അതുതന്നെയാണ്. കഴിഞ്ഞ 2 വർഷം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ചെയർമാൻ ബിനു പുളിക്കക്കണ്ടം തന്നെയാണ്, ഇനിയും അതുതന്നെ തുടരും, നട്ടലുള്ള നേതാവാണ് ബിനു പുളിക്കക്കണ്ടം എന്നതടക്കം തുറന്നടിച്ചുകൊണ്ടാണ് അഭിനന്ദന പ്രസംഗത്തിൽ ചെയർപേഴ്സണും ഒപ്പം തന്നെ മറ്റുള്ളവരും പറഞ്ഞത്. അതായത് CPMും ജോസ് വിഭാഗവും തമ്മിൽ പ്രാദേശികമായിട്ടുള്ള അകൽച്ച ഈ വിഷയത്തിൽ കൂടിയിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. എന്തായാലും പാലയിൽ ബിനുവിനെ തെരഞ്ഞെടുക്കാത്തതിൽ ചില പ്രതിഷേധ പ്രവർത്തനങ്ങൾ കരിങ്കൊടി പ്രതിഷേധമൊക്കെ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷെ പാർട്ടി ഇടപെട്ട ഇവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഉൾപാർട്ടി രാഷ്ട്രീയത്തിലും ഒപ്പം തന്നെ ഘടകകക്ഷി എന്ന നിലയിലും പാലയിൽ ഇനി കേരള കോൺഗ്രസും CPMും തമ്മിൽ കുറച്ചുകൂടി ഏറ്റുമുട്ട സ്ഥിതി, കുറച്ചുകൂടി അകലമുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ചെയർമാൻ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നത്. രഞ്ജിനി. ജി ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. പാലയിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അവിടെ തന്നെ പരിഹരിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. വിഷയത്തിൽ LDF സംസ്ഥാന നേതൃത്വം ഇടപെടേണ്ടതില്ല, മീനച്ചിലാർ ശക്തമായി ഒഴുകുമെന്നും കാനം വ്യക്തമാക്കി. കേരള കോൺഗ്രസിന്റെ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്യാൻ അവിടെ പാലായിലെ മണ്ഡല LDFനോ ജില്ലാ LDFനോ കഴിയും. ഞങ്ങളൊന്നും ഇടപെടേണ്ട ഒരു വിഷയമില്ല. ഓരോ പാർട്ടികൾക്കും അതിന് സ്വാതന്ത്ര്യമുണ്ട്. അതനുസരിച്ച് ഓരോ പാർട്ടികളും തീരുമാനിക്കും. മറ്റു പാർട്ടികളാരും അതിനെ എതിർക്കാറുണ്ട്. ജോസ് കെ മാണി എവിടെ പോയാലും പ്രശ്നക്കാരനാണ് എന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ജോസിന്റെ ധാർഷ്ട്യത്തിന് മുൻപിൽ CPM മുട്ടുമടക്കി. ജോസ് കെ മാണി വടിവെട്ടാൻ പോയിട്ടേ ഉള്ളുവെന്നും CPM ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളുവെന്നും സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞു. ജോസ് കെ മാണി ഏത് മുന്നണിയിൽ ചെന്നാലും അവിടെ കുഴപ്പമുണ്ടാക്കുമെന്ന് പാലായിൽ തെളിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് പാലായിലെ CPM ജോസ് കെ മാണിയുടെ പണത്തിനും ധാർഷ്ട്യത്തിനും മുമ്പിൽ ഇന്ന് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു. CPI ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു മുന്നണി ഈ മര്യാദ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. CPMും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ജോസ് കെ മാണിയുടെ ഈ ധാർഷ്ട്യം അനുഭവിക്കാനിരിക്കുന്നേ ഉള്ളൂ, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, ജോസ് കെ മാണിയെ അടിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. ഇത് രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യത്തിലുള്ള വിശ്വാസം, CPMിനുള്ള വിശ്വാസം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. പാലാ നഗരസഭാ വിഷയത്തിൽ അഭിപ്രായമില്ല എന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. LDFന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. PFIയുടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ എല്ലാ വേരുകളും പിഴുതെറിയാൻ NIA. റെയ്ഡുകളും അറസ്റ്റുകളും തുടരും. അതേസമയം PFI കേസിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം. ഡിസംബർ 23 ഉത്തരവ് സർക്കാർ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സ്വത്തുകൾ കണ്ടുകെട്ടാനാണ് നിർദ്ദേശം നൽകിയതെന്നും നോട്ടീസ് നൽകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു.
സെപ്റ്റംബർ 23-ലെ അക്രമസമരവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത നടപടികളിലാണ് സർക്കാരിന്റെ മെല്ലെപ്പോക്ക് തുടരുന്നത്. ജനുവരി 15-നകം റവന്യൂ റിക്കവറി നടപടികൾ പൂർത്തിയാക്കാത്തതോടെയാണ് ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിച്ചെന്ന് ഡിവിഷൻ ബെഞ്ച് സർക്കാരിനെ വിമർശിച്ചത്. ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാരും മുഹമ്മദ് നിയാസ് CPM ഇന്നലെ കോടതിയിൽ നടത്തിയ വിമർശനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ. കഴിഞ്ഞ ഡിസംബർ 23-ന് സ്വത്ത് കണ്ടുകെട്ടലുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങളെ സംസ്ഥാന സർക്കാർ തെറ്റായി വിലയിരുത്തി. പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളിൽ 5,20,00,000 രൂപയുടെ നഷ്ടം സംഭവിച്ചെന്നായിരുന്നു കണക്കുകൾ. കേസിൽ പ്രതികളായവർ ഈ തുക നൽകാത്ത പക്ഷം അവർ ഉൾപ്പെട്ട നിരോധിത സംഘടന തന്നെ 5,20,00,000 രൂപ സർക്കാരിന് നൽകാനായിരുന്നു കോടതി നിർദ്ദേശം. റവന്യൂ റിക്കവറി നിയമമനുസരിച്ച് നോട്ടീസ് നൽകാതെ തന്നെ സ്വത്ത് കണ്ടുകെട്ടലുമായി മുന്നോട്ടു പോകുന്നതിനുള്ള വ്യവസ്ഥകൾ നിലവിലുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായി നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നാണ് കോടതി വിമർശനം. നോട്ടീസ് പതിക്കുന്നതിന് കാത്തുനിൽക്കാതെ വരുന്ന 23-ാം തീയതിക്കകം റവന്യൂ റിക്കവറി നടപടികൾ പൂർത്തിയാക്കണം. 24-ന് ഹൈക്കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ ജില്ലാ അടിസ്ഥാനത്തിൽ കണ്ടുകെട്ടിയ സ്വത്തുക്കളുടെ സമഗ്ര വിവരങ്ങൾ സമർപ്പിക്കണമെന്നും കോടതി പറഞ്ഞു. 3785 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കെതിരെയാണ് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം ക്രിമിനൽ പശ്ചാത്തലമുള്ള പോപ്പുലർ ഫ്രണ്ട് രണ്ടാം നിര നേതാക്കളുടെ നേതൃത്വത്തിൽ സമാന്തര കൂട്ടായ്മകൾ നടക്കുന്നതായാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. ഈ പശ്ചാത്തലത്തിൽ PFIയുടെ അടിവേര് പിഴുതെറിയാൻ മിന്നൽ പരിശോധനകളും തുടർ നടപടികളും സജീവമാക്കാനാണ് NIAയുടെ നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. ധോണി നിവാസികളുടെ ഉറക്കം കെടുത്തിയ PT7 എന്ന കാട്ടാനയെ പിടികൂടാൻ വയനാട്ടിൽ നിന്നുള്ള ദൌത്യസംഘത്തിലെ ആദ്യ ടീം എത്തി. ഞായറാഴ്ചയ്ക്കുള്ളിൽ കാട്ടാനയെ പിടികൂടാൻ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. വയനാട്ടിൽ നിന്നും ദൌത്യസംഘം എത്തിയതോടെ PT7 പിടികൂടാനുള്ള നടപടികൾക്ക് തുടക്കമായി. മയക്കുവെടിവെക്കുന്നതിനായി ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘവും ഉടനെത്തും. നാളെ സ്ഥലപരിശോധനയും ആനയെ തളയ്ക്കാൻ നിർമ്മിച്ച കൂടിന്റെ ബലപരിശോധനയും നടക്കും. ഇന്നലെ എത്തിയ വയനാട് ടീം രാവിലെ ഫീൽഡിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാഫിൻ്റെ കൂട്ടത്തിൽ ആനയുടെ പൊസിഷനും മറ്റു കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഏതൊക്കെ റൂട്ടാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡോക്ടർ വന്നതിന് ശേഷമുള്ള അവലോകനം നടത്തിയ ശേഷം നമ്മൾ വരുന്നൊരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അത് ചെയ്ത് മാക്സിമം സൺഡേക്ക് അപ്പുറം പോകാത്ത രീതിയിൽ ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ തൽക്കാലം നിൽക്കുന്നത്. ദൌത്യത്തിനായി ഒരു കുങ്കിയാനെ കൂടി വയനാട്ടിൽ നിന്നും എത്തിക്കേണ്ടതുണ്ട്. ഇതിനുള്ള അനുമതി ലഭിച്ചതായി അധികൃതർ പറഞ്ഞു. എന്നാൽ ഇനിയും സാങ്കേതിക കാര്യങ്ങളിൽ കുടുങ്ങി നടപടി വൈകരുതെന്ന് പ്രദേശവാസികൾ വ്യക്തമാക്കി. ഭരണ നേതൃത്വത്തിൻ്റെ ഇടപെടലുകളെ വിശ്വസിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇതിന് വഴങ്ങിയ എല്ലാ ഉദ്യോഗസ്ഥർ പെരുമാറുന്നെങ്കിൽ ആ രീതിയിൽ ഉദ്യോഗസ്ഥർ അതിൻ്റെ പ്രക്ഷോഭം തീർച്ചയായും അങ്ങനെയാണെങ്കിൽ മാത്രം, അല്ലാതെ എന്തെങ്കിലും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ കാടടച്ച് വെടിവെക്കുന്നതല്ല. മറിച്ച് പക്ഷേ ഈ വാർത്തകളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ ഇനി അതിന് തയ്യാറാവില്ല, ഇനി ക്ഷമിക്കാനാവില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നടപടികൾ പൂർത്തിയാകുന്നതുവരെ PT7 ഉൾക്കാട്ടിലേക്ക് കയറാതിരിക്കാനും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനും RRT പട്രോളിംഗ് ശക്തമാക്കി. ഞായറാഴ്ചയ്ക്കകം PT7 പിടികൂടാനാണ് ദൌത്യസംഘം ലക്ഷ്യമിടുന്നത്. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായതായും അധികൃതർ പറഞ്ഞു. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18. പാലക്കാട് അകത്തേത്തറയിൽ ഭീതി വിതച്ച് കാട്ടാനക്കൂട്ടം. ചേറാടില്ലത്ത് ഡോക്ടർ മോഹൻകുമാറിന്റെ വീട്ടിലെത്തിയ കാട്ടാനക്കൂട്ടം മുറ്റത്തെ കൃഷി പൂർണ്ണമായും നശിപ്പിച്ചു. കാട്ടാനക്കൂട്ടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ചേറാടില്ലത്തെ ഡോക്ടർ മോഹൻകുമാറിന്റെ വീട്ടിൽ ഇന്നലെ രാത്രി 11:30യോടെയാണ് 3 കാട്ടാനകൾ എത്തിയത്. മണിക്കൂറുകളോളം ഇവിടെ തമ്പടിച്ച കാട്ടാനക്കൂട്ടം തെങ്ങ് പിഴുതു, വാഴക്കൂട്ടം നശിപ്പിച്ചു, കടപ്ലാവ് മറിച്ചിട്ടു, ചുറ്റുമതിൽ തകർത്തു. മുൻപും കാട്ടാനകൾ എത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് ആദ്യമാണെന്ന് ഡോക്ടർ മോഹൻകുമാർ. 3 കാട്ടാനകളാണ് വന്നത്. അത് CCTVയിൽ അറിഞ്ഞു. 3 കാട്ടാനകൾ കയറിയാണ് നശിപ്പിച്ച് 4 ഭാഗത്തും മതിൽ പൊളിച്ചിട്ടുണ്ട്. ഇത്രയും നാശനഷ്ടങ്ങളും ചെയ്തിട്ടുണ്ട്. കാട്ടാന ശല്യം ഉണ്ടായിട്ടുണ്ട്, 2-3 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ വീട്ടിനകത്തോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. പ്രദേശവാസികളാകെ ഭീതിയിലാണ്. ന്യൂസ് 18 പാലക്കാട്.
ജഡ്ജിക്ക് കോഴ നൽകാനെന്ന പേരിൽ അഭിഭാഷകൻ കക്ഷിയിൽ നിന്നും പണം വാങ്ങിയ സംഭവം ഇന്റലിജൻസ് ബ്യൂറോ പരിശോധിക്കുന്നു. സംഭവത്തിൽ ഇന്റലിജൻസ് ബ്യൂറോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഉടൻ റിപ്പോർട്ട് നൽകും. അതേസമയം പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന്റെ മൊഴിയെടുക്കൽ പുരോഗമിക്കുകയാണ്. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിക്കാൻ ജഡ്ജിക്ക് കോഴ നൽകാനെന്ന പേരിൽ അഭിഭാഷകൻ കക്ഷിയിൽ നിന്ന് പണം വാങ്ങിയ സംഭവത്തിൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ. സംഭവം ഇന്റലിജൻസ് ബ്യൂറോ പരിശോധിക്കുകയാണ്. നിലവിലെ പരാതിക്ക് പുറമെ സമാന രീതിയിൽ പണം തട്ടിയെടുത്ത സംഭവങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ടോ എന്നും IB പരിശോധിക്കുന്നുണ്ട്. ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സൈബി കിടങ്ങൂരിനെതിരെയാണ് ആരോപണം. പരിശോധനയ്ക്ക് ശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകും. സംഭവത്തിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രമുഖ സിനിമാ നിർമ്മാതാവിൽ നിന്ന് സൈബി കിടങ്ങൂർ 25 ലക്ഷം രൂപ ജഡ്ജിക്ക് കോഴ നൽകാനെന്ന് പറഞ്ഞ് വാങ്ങിയെന്നാണ് ആരോപണം. ഇക്കാര്യം നിർമ്മാതാവ് പലരോടും പറഞ്ഞ് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ അറിയുകയും ഹൈക്കോടതിയുടെ വിജിലൻസ് വിഭാഗത്തിനോട് അന്വേഷിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. ചീഫ് ജസ്റ്റിസിന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ DGPക്ക് പരാതി നൽകുകയും പോലീസ് അന്വേഷണം തുടങ്ങുകയും ചെയ്തു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പോലീസ് ഉടൻ സമർപ്പിക്കും. ന്യൂസ് 18 കൊച്ചി. കൊച്ചി നഗരത്തിലെ മാല പൊട്ടിക്കൽ അന്വേഷിക്കാൻ പ്രത്യേക സംഘം. സംഭവത്തെ ഗൌരവമായി കാണുന്നുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ K. സേതുരാമൻ ന്യൂസ് 18നോട് പറഞ്ഞു. സ്ത്രീകൾ പ്രഭാത നടത്തത്തിന് പോകുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും ആഭരണങ്ങൾ ഒഴിവാക്കുകയാണ് നല്ലതെന്നും കമ്മീഷണർ വ്യക്തമാക്കി. തീർച്ചയായും നമ്മൾ വളരെ ടീം ഫോം ചെയ്തിട്ടുണ്ട്. കൂടാതെ പെട്ടെന്ന് തന്നെ പിടിക്കാനുള്ള ഒരു ആക്ഷൻ പ്ലാനുണ്ട്. പെട്ടെന്ന് തന്നെ ആളെ കിട്ടും. അതെ, രാവിലെ ആർണമെന്റ്സ് പോകുന്നത് ഒന്ന് പരമാവധി അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഞാൻ ഇന്ന് രാവിലെ വെച്ച് നോക്കി, അപ്പോൾ ആ അങ്ങനെ പരമാവധി പോകാതിരിക്കുന്നത് നല്ലത്. കാരണം സ്വർണ്ണങ്ങളുമായിട്ട് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. എന്നാലും നമ്മൾ പോലീസ് രാവിലെ പെട്രോളിംഗ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ എത്തി. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാനും കൂടെ പോയി. എന്നാലും ഇതുപോലെ രാവിലെ ഇറങ്ങുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ 7 സ്നാച്ചിങ് കേസ് ഉണ്ടായിരുന്നു. 5 എണ്ണത്തിന് നമ്മൾ പിടിച്ചു. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ പിടിക്കാൻ ഒരു സംശയമൊന്നും വേണ്ട. ഇല്ല, അങ്ങനെ അറിയാൻ പറ്റത്തില്ല. നമ്മൾ CCTV ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുക, ഉടനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ സ്പെഷ്യൽ ടീമൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇങ്ങനെ സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ സ്നാച്ചിങ് കേസിലൊക്കെ പിടിക്കുന്നത് ഇളമക്കര മാത്രം നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 7 കേസിന് 5 കേസും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 കേസ് നമ്മൾ പിടിക്കും. അപ്പോൾ ഇങ്ങനെ രാവിലെ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് സൂക്ഷിക്കുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾ സ്വർണം ഇതുപോലെ മാറ്റി പോകുന്നത് പരമാവധി അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരിക്കും. കൊച്ചി നഗരത്തിൽ ഇന്നലെയും ഇന്നും പ്രഭാത നടത്തത്തിനിറങ്ങിയ സ്ത്രീകളുടെ മാല പൊട്ടിച്ച കേസുകളിലാണ് നടപടി. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ മാല പൊട്ടിക്കൽ കേസിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു അല്ലേ? മറ്റ് വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും 2 ദിവസങ്ങളിലും പുലർച്ചെ സ്ത്രീകൾ പ്രഭാത നടത്തത്തിന് ഇറങ്ങിയപ്പോഴാണ് മാല പൊട്ടിക്കൽ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഇളമക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഇന്ന് പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലുമാണ് ഉണ്ടായത്. ഏതാണ്ട് 5 മണിയോട് കൂടിയാണ് ഈ 75-കാരിയായ ലില്ലി എന്ന സ്ത്രീ നടത്തത്തിന് ഇറങ്ങുമ്പോൾ മാല പൊട്ടിച്ചത്. അവരുടെ കഴുത്തിൽ കൈവച്ച് മാല ഒരു തന്നേക്കൂ അല്ലെങ്കിൽ കൊന്നുകളയുമെന്ന ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ 2 സ്ഥലത്തെയും രീതികൾ പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് ഒരാൾ തന്നെയാണെന്നുള്ള ഒരു പ്രാഥമിക നിഗമനമുണ്ട്. പക്ഷേ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് വളരെ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കാരണം പ്രഭാത നടത്തത്തിനും മറ്റുമൊക്കെ ഏറെ ആളുകൾ, സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലമാണ് കൊച്ചി. അത്തരത്തിൽ സുരക്ഷിതമായി അവർക്ക് നടത്തത്തിന് പോകാൻ കഴിയാത്ത അവസ്ഥ അങ്ങേയറ്റം അപകടകരവുമാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ ഗൗരവത്തോടുകൂടി പോലീസ് ഈ കേസിനെടുത്തിരിക്കുന്നതും പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ച് ഈ കേസിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നതും. എന്തായാലും ഇപ്പോൾ CCTV ദൃശ്യങ്ങളും മറ്റുമൊക്കെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അധികം വൈകാതെ പ്രതികളിലേക്ക് എത്താൻ കഴിയും എന്നാണ് പോലീസിന്റെ ഒരു കണക്കുകൂട്ടൽ. ശരി, MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. പാറ്റൂർ ഗുണ്ട ആക്രമണ കേസിലെ പ്രതികൾ ഉന്നതരെ ഫോണിൽ ബന്ധപ്പെട്ടുവെന്ന് പോലീസ് കണ്ടെത്തൽ. 2ാം പ്രതി ആരിഫാണ് ഒളിവിലിരിക്കെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥയും CPI നേതാവിന്റെ മകളെയും ഫോണിൽ വിളിച്ചത്. ഫോൺ നിരീക്ഷിച്ചതിൽ നിന്നും പ്രതികൾ ഊട്ടിയിൽ ഒളിവിൽ കഴിയുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. അതേസമയം കീഴടങ്ങാൻ സന്നദ്ധരാണ് എന്ന് അഭിഭാഷകർ വഴി ഗുണ്ടകൾ പോലീസിനെ അറിയിച്ചു. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന്റെ സംഘവും തലസ്ഥാന ജില്ലയിലെ മറ്റൊരു ഗുണ്ടാ സംഘവും തമ്മിലായിരുന്നു പാറ്റൂരിൽ ഏറ്റുമുട്ടിയത്. പിന്നാലെ പോലീസ് ഗുണ്ടാബന്ധം തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നതോടെ
തലസ്ഥാന ജില്ലയിൽ 3 SHOമാർക്കെതിരെയും 1 SIക്കെതിരെയും നടപടിയെടുത്തിരുന്നു. പാറ്റൂർ ആക്രമണക്കേസിലെ പ്രതികൾക്ക് ഉന്നതരായ ചില ആളുകളുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ വിവരങ്ങൾ. രണ്ടാം പ്രതി ആരിഫ് ഒളിവിൽ കഴിയവെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥയെയും CPI നേതാവിന്റെ മകളെയും നിരവധി തവണ ഫോണിൽ വിളിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥയുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. ഫോൺ വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് പ്രതികൾ ഒളിവിൽ കഴിയുന്നത് ഊട്ടിയിലാകാം എന്നാണ് നിഗമനം. ഇതോടെ പോലീസ് സംഘം ഊട്ടിയിലേക്ക് തിരിച്ചു. ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് ഡൽഹിയിലെത്തിയെന്നും സൂചനകൾ ലഭിച്ചു. പുത്തൻപാലം രാജേഷിന്റെ ഫോൺ ലൊക്കേഷൻ കാണിച്ച ചെന്നൈയിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും പിടികൂടാനായില്ല. ഓം പ്രകാശും പുത്തൻപാലം രാജേഷും ഉൾപ്പെടെയുള്ള ഗുണ്ടകൾ കീഴടങ്ങൽ സന്നദ്ധത അറിയിച്ചതായും വിവരമുണ്ട്. അഭിഭാഷകർ വഴിയാണ് നീക്കം നടത്തിയത്. എന്നാൽ കീഴടങ്ങാൻ അവസരം നൽകേണ്ടെന്നാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. BJP നേതാവ് കൂടിയായ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെ ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് കായിക താരങ്ങളുടെ പ്രതിഷേധം തുടരുന്നു. ഗുസ്തി താരങ്ങൾ ഉന്നയിച്ച ആരോപണത്തിൽ 72 മണിക്കൂറിനുള്ളിൽ വിശദീകരണം നൽകാൻ WFIയോട് കേന്ദ്ര കായിക മന്ത്രാലയം ആവശ്യപ്പെട്ടു. ലൈംഗിക ആരോപണം അടക്കമുള്ള ആരോപണമാണ് ബ്രിജ് ഭൂഷണും പരിശീലകർക്കുമെതിരെ ഉയർന്നിരിക്കുന്നത്. ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ ആരോപണം കൂടുതൽ കരുത്താർജിക്കുകയാണ്. ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെ ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാതെ പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് താരങ്ങൾ. ജന്തർ മന്ദറിൽ 30ഓളം ഗുസ്തി താരങ്ങളാണ് പ്രതിഷേധിക്കുന്നത്. സാക്ഷി മാലിക്, ബജറംഗ് പുനിയ, സരിത മോർ തുടങ്ങിയവരെല്ലാം തന്നെ പ്രതിഷേധത്തിൽ അണിചേർന്നിട്ടുണ്ട്. ലക്നൌവിലെ നാഷണൽ ക്യാമ്പിൽ നിരവധി പരിശീലകർ വർഷങ്ങളായി വനിതാ താരങ്ങളെ ചൂഷണം ചെയ്തിട്ടുണ്ടെന്നാണ് ആരോപണം. ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിന്റെ നിർദ്ദേശപ്രകാരം താരങ്ങളെ സമീപിക്കുന്ന കുറച്ച് സ്ത്രീകൾ ക്യാമ്പിലുണ്ടെന്നും വിനേഷ് ഫോഗട്ട് കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ബ്രിജ് ഭൂഷൺ ലൈംഗികമായി ചൂഷണം ചെയ്തതായി 10-12 താരങ്ങൾ തന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ചൂഷണങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ലെങ്കിലും ഫെഡറേഷനിൽ നിന്ന് വധഭീഷണിയുണ്ട്. കായിക താരങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ വരെ ഫെഡറേഷൻ ഇടപെടുന്നുവെന്നും വിനേഷ് ഫോഗട്ട് വെളിപ്പെടുത്തിയിരുന്നു. കോമൺവെൽത്തിലും ഏഷ്യൻ ഗെയിംസിലും ഇന്ത്യയ്ക്കായി സ്വർണ്ണ മെഡൽ നേടിയ വിനേഷ് ഫോഗട്ടിന്റെ ആരോപണം ഗൗരവമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത്. ഫെഡറേഷൻ ആരോപണത്തിൽ മറുപടി നൽകിയില്ലെങ്കിൽ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കായിക മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ബ്രിജ് ഭൂഷൺ ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. ആരോപണങ്ങൾ തെളിയിച്ചാൽ തൂക്കിലേറാനും തയ്യാറാണെന്നും ബ്രിജ് ഭൂഷൺ പറഞ്ഞു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡേൺ സ്ഥാനമൊഴിയുന്നു. അടുത്ത മാസം സ്ഥാനമൊഴിയുമെന്ന് ജസീന്ത അറിയിച്ചു. വരുന്ന ഒക്ടോബർ 14 ന്യൂസിലാൻഡിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പ്രഖ്യാപനം. ഫെബ്രുവരി 7 ലേബർ പാർട്ടി നേതാവ് സ്ഥാനവും ഒഴിയും. പകരക്കാരനെ തീരുമാനിക്കാൻ വരും ദിവസങ്ങളിൽ വോട്ടെടുപ്പ് നടക്കും. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുമെന്നും ജസീന്ത അറിയിച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹ നിശ്ചയത്തോടനുബന്ധിച്ച് ഗോൾധാന ചടങ്ങ് ഇന്ന് നടക്കും. പരമ്പരാഗത ഗുജറാത്തി ശൈലിയിലുള്ള നിശ്ചയ ചടങ്ങാണ് ഗോൾധാന. രാധിക മർച്ചന്റിനെയാണ് ആനന്ദ് അംബാനി വിവാഹം കഴിക്കുന്നത്. നിശ്ചയത്തോടനുബന്ധിച്ച് മെഹന്തി ആഘോഷം കഴിഞ്ഞ ദിവസം നടന്നു. വിവാഹ നിശ്ചയത്തോടനുബന്ധിച്ചുള്ള റോക്ക ചടങ്ങ് കഴിഞ്ഞ മാസം 29 രാജസ്ഥാനിലെ ശ്രീനാഥ്ജി ക്ഷേത്രത്തിൽ നടന്നിരുന്നു. വിരേൻ മർച്ചന്റിന്റെയും ശൈലിയുടെയും മകളായ രാധിക ഭരതനാട്യം നർത്തകി കൂടിയാണ്. സുരക്ഷാ മുന്നറിയിപ്പുകൾക്കിടെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ഇന്ന് ജമ്മു കാശ്മീരിലെത്തും. ലഖൻപൂർ അതിർത്തി വഴിയാണ് യാത്ര ജമ്മുവിൽ പ്രവേശിക്കുക. കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ള നേതാക്കൾ ചേർന്ന് യാത്രയെ സ്വീകരിക്കും. ഈ മാസം 30 ശ്രീനഗറിലാണ് യാത്രയുടെ സമാപനം. സമാപന സമ്മേളനത്തിന് CPM, CPI ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷി നേതാക്കളെ കോൺഗ്രസ് ക്ഷണിച്ചിട്ടുണ്ട്. CPI പങ്കെടുക്കുമെന്ന് ജനറൽ സെക്രട്ടറി D. രാജ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും CPM നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ. തൊഴിലാളികൾ ശമ്പള വർധനവ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ ഏലൂർ VRL ലോജിസ്റ്റിക്സ് വീണ്ടും തുറക്കാൻ സാധ്യത തെളിയുന്നു. ജോയിന്റ് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ കൂലി പുതുക്കലുമായി ബന്ധപ്പെട്ട പുതിയ നിർദ്ദേശങ്ങൾ നൽകാൻ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടു. മാനേജ്മെന്റ് നിശ്ചയിക്കുന്ന ഏത് വേതനത്തിലും ജോലിയെടുക്കുമെന്ന് CITU അടക്കമുള്ള യൂണിയനുകൾ സമ്മതിച്ചു. അടച്ചുപൂട്ടിയ ഏലൂരിലെ ഫാക്ടറി ഇനി തുറക്കില്ലെന്ന കർശന നിലപാടിലായിരുന്നു VRL മാനേജ്മെന്റ്. സ്ഥാപനം തുറക്കുന്നതിനായി ഏത് തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് ജോയിന്റ് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ തൊഴിലാളി യൂണിയനുകൾ വ്യക്തമാക്കി.
ഓരോ വർഷവും 10 രൂപ വീതം കൂലി വർധനവെന്ന നിർദ്ദേശം യൂണിയനുകൾ മാനേജ്മെന്റിന് മുമ്പാകെ വെച്ചു. സർക്കാരിന്റെ ശക്തമായ സമ്മർദ്ദം കൂടി എത്തിയതോടെ മാനേജ്മെന്റ് തിങ്കളാഴ്ച തീരുമാനം അറിയിക്കാമെന്ന് വ്യക്തമാക്കി യോഗം പിരിഞ്ഞു. നമ്മൾ INTUCയും CITയും കൂടെ സംയുക്തമായിട്ട് ആലോചിച്ച് ഈ സ്ഥാപനം ഏത് വിധേനയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവിധ സഹായങ്ങളും ചെയ്യാമെന്നും അതോടൊപ്പം തന്നെ ഒരു പാക്കേജ് പ്രപ്പോസൽ 2 യൂണിയനോട് സംയുക്തമായിട്ട് നമ്മൾ തയ്യാറാക്കി ഒരു പ്രപ്പോസലായിട്ട് ഡ്രാഫ്റ്റായി നമ്മൾ മാനേജ്മെന്റിന് കൊടുക്കണം. എന്ത് വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറായിരിക്കുക. കാരണം സ്ഥാപനം പൂട്ടാൻ പാടില്ല, തൊഴിലാളികൾ ജോലി കിട്ടിയും വേണം. ഇതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. 1 ടൺ കയറ്റിറക്കിന് 140 രൂപയായിരുന്നു നിലവിലെ നിരക്ക്. ചർച്ചകൾക്കൊടുവിൽ 20 രൂപ വർദ്ധിപ്പിച്ച് നൽകാമെന്ന് കമ്പനി സമ്മതിച്ചു. ആദ്യ റൗണ്ട് ചർച്ചകൾക്ക് ശേഷം INTUC ധാരണയിലെത്തി. എന്നാൽ 200 രൂപയിൽ കുറഞ്ഞ ഒത്തുതീർപ്പിനില്ലെന്ന CITU നിലപാടെടുത്തതോടെയാണ് മാനേജ്മെന്റ് കമ്പനി അടച്ചുപൂട്ടിയത്. നേരിട്ടും അല്ലാതെയും സ്ഥാപനത്തിൽ ജോലി നോക്കിയ 150ഓളം തൊഴിലാളികളാണ് കമ്പനി പൂട്ടിയതോടെ വഴിയാധാരമായത്. ന്യൂസ് 18 കൊച്ചി. കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ക്യാബിനറ്റ് സ്പോർട്സ് സിറ്റി എന്ന ആലപ്പുഴയിലെ ടർഫിന്റെ വിശദാംശങ്ങൾ തേടിയ അന്വേഷണ സംഘം. ക്യാബിനറ്റിന്റെ പാർട്ണർമാർ 9 പേരിൽ 5 പേർക്ക് ലഹരിക്കടത്തുമായി ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇവരുടെ പെട്ടെന്നുള്ള സാമ്പത്തിക വളർച്ചയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് കേസിൽ 1 കോടി രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതിലെ മുഖ്യപ്രതികളായ ഇജാസ്, സജാദ് എന്നിവർ ക്യാബിനറ്റ് സ്പോർട്സ് സിറ്റി എന്ന ആലപ്പുഴ നഗരഹൃദയത്തിലെ ഫുട്ബോൾ ടർഫിന്റെ പാർട്ണർമാരിൽ 2 പേരാണ്. ലഹരിക്കടത്ത് നടക്കുന്നതിന് ദിവസങ്ങൾ മുമ്പ് കേസിൽ ആരോപണ വിധേയനായ CPM കൌൺസിലർ ഷാനവാസിന്റെ പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചതും ഇതേ ടർഫിൽ വെച്ച്. ഷാനവാസിനൊപ്പം പിറന്നാൾ ആഘോഷത്തിൽ ഇജാസും സജാദും പങ്കെടുത്തിരുന്നു. പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ ക്യാബിനറ്റിന്റെ മറവിൽ ബിനാമി ഇടപാടുകൾ നടക്കുന്നതായും വ്യക്തമാക്കുന്നു. സാധാരണ കുടുംബത്തിൽ നിന്ന് പറയത്തക്ക മറ്റ് ജോലികളില്ലാത്ത ഇജാസിന്റെ സാമ്പത്തിക വളർച്ച തീർത്തും സംശയകരമാണെന്ന് വാർഡ് കൌൺസിലറും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ റീഗോ രാജു പറഞ്ഞു. ആ വീഡിയോയിൽ കാണുന്നവരെല്ലാവരും തന്നെ ഓരോരുത്തരെ തന്നെ ഈ നഗരത്തിൽ എല്ലാവർക്കും അറിയാവുന്നവരാണ്. അവരെല്ലാവരും പെട്ടെന്ന് സാമ്പത്തിക വളർച്ച നേടുകയും ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയൊക്കെ ചെയ്ത് കാണുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടാണ് ഇവരുടെയൊക്കെ ഈ ശൈലി മാറ്റം സംഭവിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി ആലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള പോലീസിൻ്റെ സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ ഈ ഒരു വലയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് വിപുലമായ രീതിയിലാണ് ഇതിൻ്റെ ഒരു സംവിധാനം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പുതുതലമുറയ്ക്ക് പ്രത്യേകിച്ചും ഒരു 13 മുതൽ 17 വയസ്സ് വരെ പ്രായത്തിനിടയിലുള്ള ചെറുപ്പക്കാരെ അപകടകരമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 24 ആലപ്പുഴ സൗത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത 1/2 കോടിയുടെ ലഹരിക്കടത്ത് കേസിലും പ്രതികൾ ക്യാബിനറ്റിന്റെ മറ്റ് ഷെയർ ഹോൾഡേഴ്സായ റഫ്സൽ, വിജയകൃഷ്ണൻ എന്നിവരാണ്. കരുനാഗപ്പള്ളിയിൽ പിടിച്ചെടുത്ത വാഹനങ്ങളിലൊന്നിന്റെ ഉടമ അൻസറും ക്യാബിനറ്റ് സ്പോർട്സ് സിറ്റിയുടെ ഷെയർ ഹോൾഡറാണ്. കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം വിവരങ്ങൾ തേടി ക്യാബിനറ്റിൽ എത്തിയിരുന്നു. ലക്ഷങ്ങൾ മുതൽ മുടക്കി നിർമ്മിച്ചിരിക്കുന്ന ക്യാബിനറ്റ് സ്പോർട്സ് സിറ്റിയുടെ ഷെയർ ഹോൾഡേഴ്സിൽ പലരും സാമ്പത്തികമായി ഏറെ മുന്നിൽ നിൽക്കുന്നവരല്ല. ക്യാബിനറ്റ് സ്പോർട്സ് സിറ്റി കേന്ദ്രീകരിച്ചുള്ള ബിനാമി ഇടപാടുകളുടെ ചുരുളഴിഞ്ഞാൽ തന്നെ പല രഹസ്യങ്ങളും പുറത്തുവരും. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ തിരുവമ്പാടിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മൊട്ടിൽ മരമുറിക്ക് ഉന്നത ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തുവെന്ന ആരോപണം. മരമുറി നിർത്തിവെക്കാൻ ഇടപെടണമെന്ന നിയമോപദേശം വയനാട് ജില്ലാ കളക്ടറായിരുന്ന അദീല അബ്ദുള്ളയും വൈത്തിരി തഹസിൽദാറായിരുന്ന ഹാരിസും ചെവിക്കൊണ്ടില്ല എന്നാണ് ആരോപണം. അന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ജോസഫ് മാത്യുവിന്റേതാണ് വെളിപ്പെടുത്തൽ. റവന്യൂ വകുപ്പ് ഇറക്കിയ പിശകുള്ള ഉത്തരവിന്റെ മറവിൽ മരമുറിക്ക് അനുമതി നൽകാനാവില്ല എന്ന് ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് അറിയിച്ചിരുന്നതായി ജോസഫ് മാത്യു പറഞ്ഞു. വനം വകുപ്പിന് ഇത് സംബന്ധിച്ച് ചട്ടമുണ്ടെന്ന് വ്യക്തമാക്കി നിയമോപദേശവും നൽകി. എന്നിട്ടും സർക്കാർ ഉത്തരവുണ്ടെന്ന വാദത്തിൽ ഉറച്ചുനിന്ന് മരമുറിക്കെതിരെ നടപടിയെടുക്കാൻ കളക്ടർ തയ്യാറായില്ലെന്ന് ജോസഫ് മാത്യു പറഞ്ഞു. 20/11/2020 മുട്ടിൽ സൗത്ത് വില്ലേജ് ഓഫീസർ ഈ മരമുറി സംബന്ധിച്ച നിയമപ്രശ്നങ്ങളെ കാണിച്ചുകൊണ്ട് വിശദമായ ഒരു റിപ്പോർട്ട് തഹസിൽദാർക്ക് കൊടുത്തിരുന്നു. വൈത്തിരി തഹസിൽദാരായിരുന്ന ഹാരിസിന് കൊടുത്തിരുന്നു. പക്ഷേ ഹാരിസിൻ്റെ ഭാഗത്തുനിന്നും യാതൊരു ഇടപെടലുകളും ഉണ്ടായില്ല. അപ്പോൾ ജില്ലാ കളക്ടറും വൈത്തിരി തഹസിൽദാരും ജില്ലാ കളക്ടറും ജാഗ്രതയോടുകൂടി അന്ന് ഇടപെട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ വലിയൊരു ശതമാനം വരെ ഈ മരമുറി നമുക്ക് തടയാൻ കഴിയുമായിരുന്നു. 2020 ഒക്ടോബർ 24 വിവാദ ഉത്തരവിന്റെ മറവിലാണ് കോടികളുടെ സംരക്ഷിത വീട്ടിമരങ്ങൾ മുറിച്ചു കടത്തിയത്. ഭൂമി ഉടമസ്ഥരായ കർഷകരും ആദിവാസികളും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരും മരക്കച്ചവടക്കാരും മാത്രമാണ് കേസിൽ പ്രതികളായത്.
മരമുറിയിൽ ഉന്നതതല ഇടപെടലുകൾ ഉണ്ടായിരുന്നെന്ന ആക്ഷേപങ്ങൾക്ക് ബലം പകരുന്നതാണ് മുൻ സർക്കാർ അഭിഭാഷകന്റെ വെളിപ്പെടുത്തൽ. ന്യൂസ് 18 വയനാട്. മുസ്ലിം സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലുള്ള കേസിൽ സ്ത്രീകളുടെ അഭിപ്രായം കേട്ട ശേഷമേ സർക്കാർ നിലപാട് അറിയിക്കാവൂ എന്ന ആവശ്യം. സത്യവാങ്മൂലം നൽകുന്നതിനുള്ള അഭിപ്രായം തേടി പുരുഷ പണ്ഡിതരുമായി മാത്രമാണ് സർക്കാർ ചർച്ച നടത്തിയതെന്നും പരാതിയുണ്ട്. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കണമെന്ന് ഫോറം ഫോർ മുസ്ലിം വിമൻസ് ജെൻഡർ ജസ്റ്റിസ് ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെട്ട് സംഘടനാ പ്രതിനിധികൾ നിയമമന്ത്രി പി രാജീവിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും നിവേദനം നൽകി. മുസ്ലിം വ്യക്തി നിയമത്തിന് അടിസ്ഥാനമായ ശരീഅത്ത് നിയമം ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കേസ് സുപ്രീം കോടതിയിലാണ്. കേസിൽ സത്യവാങ്മൂലം സമർപ്പിക്കേണ്ട സർക്കാർ മുസ്ലിം പുരുഷ മതപണ്ഡിതന്മാരുമായി ചർച്ച നടത്തിയിരുന്നു. സ്ത്രീകളെ കേൾക്കാതെയുള്ള സത്യവാങ്മൂലം നീതി നിഷേധമെന്നാണ് പരാതി. ഭരണഘടനാപരമായ അവകാശം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്ന തലമുറക്ക് നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ മാത്രമേ വരുന്ന തലമുറക്കെങ്കിലും ഇനിയെങ്കിലും എന്തെങ്കിലും കിട്ടും. ഇതിപ്പം കുറേ കാലമായി ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നു. മുസ്ലിം സ്ത്രീകളുടെ പിന്തുടർച്ചാവകാശ കാര്യത്തിൽ ഇസ്ലാമിക നിയമം വിവേചനം കാട്ടുന്നുവെന്നും ആ വിവേചനം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലംഘിക്കുന്നുവെന്നുമാണ് പരാതിക്കാരുടെ വാദം. സ്ത്രീ വിവേചനങ്ങൾ നിറഞ്ഞ മുസ്ലിം പിന്തുടർച്ചാ അവകാശ നിയമം പല മുസ്ലിം രാജ്യങ്ങളും കാലോചിതമായി പരിഷ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുക്കുന്ന സത്യവാങ്മൂലം സ്ത്രീകളുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ടും ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുമായിരിക്കണമെന്ന് നിവേദനത്തിൽ ഫോറം ഫോർ മുസ്ലിം വിമൻസ് ജെൻഡർ ജസ്റ്റിസ് ആവശ്യപ്പെട്ടു. നിവേദനത്തിലെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് പരിഗണിക്കാമെന്ന് നിയമമന്ത്രി പി രാജീവ് ഉറപ്പു നൽകിയതായും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദയുടെ പോലീസ് സ്റ്റേഷൻ സന്ദർശനം വിവാദത്തിൽ. മഠം ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് മനോജിനെതിരെ കേസെടുക്കുന്നത് ഒഴിവാക്കാൻ സച്ചിദാനന്ദ എത്തിയെന്നാണ് ആരോപണം. സച്ചിദാനന്ദ പോലീസ് സ്റ്റേഷനിലെത്തിയ ദൃശ്യങ്ങൾ ന്യൂസ് 18. സ്റ്റേഷനിൽ വർക്കല പോലീസ് സ്റ്റേഷൻ വരുന്നുണ്ടല്ലോ അല്ലേ? അതൊക്കെ ഞാൻ എടുത്തോളാം. അതെല്ലാം ഞാൻ എടുത്തോളാം. ഇതിൻ്റെ ഒരു വർക്കല പോലീസ് അല്ല അതെടുക്കട്ടെ. വർക്കല പോലീസ് സ്റ്റേഷൻ പോലീസ് വണ്ടികൾ സ്വാമി ഇതാ നിൽക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ബി വിനോദ് ചേർന്നു. വിനോദ്, ഈ ശിവഗിരി മഠം പ്രസിഡന്റ് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത് വിവാദത്തിലായിരിക്കുകയാണ്. എന്തായിരുന്നു സംഭവം? എങ്ങനെയാണ് കാര്യങ്ങൾ? രഞ്ജിനി, ശിവഗിരിയുടെ പവിത്രതയ്ക്ക് കളങ്കം വരുത്തുന്ന നടപടിയായി സച്ചിദാനന്ദയുടെ ഈ പോലീസ് സ്റ്റേഷൻ സന്ദർശനം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ വിവാദം കത്തിപ്പടരുന്നത്. ധർമ്മസംഘം പ്രസിഡന്റാണ്, ശിവഗിരി മഠത്തിന്റെ പ്രസിഡന്റാണ് ഇത്തരത്തിൽ ഒരു പ്രതിക്ക് വേണ്ടി സ്റ്റേഷനിൽ നേരിട്ടെത്തിയതെന്ന തരത്തിലാണ് വിവാദങ്ങൾ. അദ്ദേഹം മഠത്തിന്റെ വാഹനത്തിലാണ് സ്റ്റേഷനിലേക്ക് എത്തിയത്. മഠത്തിന്റെ തന്നെ ലീഗൽ അഡ്വൈസറായ മനോജ് നേരത്തെ തട്ടിക്കൊണ്ടുപോകൽ കേസിലെ പ്രതിയായിരുന്നു. ഈ കേസിലെ സാക്ഷിയെ മിഷൻ ഹോസ്പിറ്റലിലെ തന്നെ ജീവനക്കാരനായ വിപിൻ എന്ന യുവാവിനെ ഇപ്പോൾ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്ന നിലയ്ക്കാണ് രണ്ടാമത്തെ കേസെടുത്തത്. വർക്കല പോലീസ് രണ്ടാമത് ഒരു കേസ് കൂടി എടുത്തത്. ഈ കേസ് ഒഴിവാക്കുന്നതിന് വേണ്ടി സച്ചിദാനന്ദ നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ആരോപണം കത്തിപ്പടരുന്നത്. അത് ശിവഗിരിയെ സംബന്ധിച്ച് ഏറ്റവും പവിത്രമായി കാണുന്ന, അങ്ങനെ ഏറ്റവും ആധ്യാത്മികമായി ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സംവിധാനത്തിന്റെ, ഒരു പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ്, അവിടുത്തെ ധർമ്മസംഘം സന്യാസിമാരിൽ ശ്രേഷ്ഠനായി അവിടുത്തെ പ്രസിഡന്റായി ഇരിക്കുന്ന ഒരാൾ തന്നെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പ്രതിക്ക് വേണ്ടി നേരിട്ടെത്തി എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ, വിവാദങ്ങൾ അത് കത്തിപ്പടരുകയാണ്. സന്യാസിമാർക്കിടയിലും ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള തർക്കം ഉടലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സമീപകാലത്ത് ശിവഗിരി കേന്ദ്രീകരിച്ച് വലിയ വിവാദങ്ങളാണ് ഉയർന്നു വരുന്നത്. ഒരു പ്രവാസി വീട്ടമ്മയുടെ പരാതിയെ തുടർന്ന് തീർത്ഥാടക കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സ്വാമി ഗുരുപ്രസാദിനെ ഒഴിവാക്കിയിരുന്നു. അതുതന്നെ ആശ്രമത്തിന് വലിയ കളങ്കമായി, അപമാനമായി എന്ന് വിലയിരുത്തുന്നു. ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് തീർത്ഥാടന കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഗുരുപ്രസാദിനെ മാറ്റിയത്. തുടർന്ന് വിശാലാനന്ദ ഈ കഴിഞ്ഞ തീർത്ഥാടനം, അതായത് ഡിസംബർ മാസത്തിൽ നടന്ന തീർത്ഥാടനത്തിന് തൊട്ട് മുമ്പാണ് ഈ തീർത്ഥാടന കമ്മിറ്റി തന്നെ അഴിച്ചുപണി നടന്നത്. തീർത്ഥാടനത്തിനെ പോലും ബാധിക്കുമോ എന്ന തരത്തിൽ ആശങ്കയുണ്ടായിരുന്നു. ഒട്ടനവധി എത്തുന്ന സമയമാണ് ശിവഗിരി തീർത്ഥാടന സമയം. ആ സമയത്താണ്
ഈ മഠത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടായത്. അതോടൊപ്പം തന്നെ അന്നത്തെ സെക്രട്ടറി ഋതംബരാനന്ദയും ഈ വിവാദങ്ങൾക്ക് പിന്നാലെ സ്ഥാനമൊഴിഞ്ഞിരുന്നു. സെക്രട്ടറി സ്ഥാനത്തേക്ക് ശുഭാംഗാനന്ദയാണ് പിന്നീട് വന്നത്. ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ, സാമ്പത്തിക ആരോപണങ്ങൾ, സദാചാര പ്രശ്നം മുൻനിർത്തി അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഉയരുന്ന നിലയിലേക്ക് ശിവഗിരി മഠത്തിന്റെ കാര്യങ്ങൾ പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ലീഗൽ അഡ്വൈസർ പ്രതിയായ കേസിൽ അദ്ദേഹത്തിന് വേണ്ടി ധർമ്മസംഘം പ്രസിഡന്റ് തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയത് എന്ന തരത്തിലുള്ള വിവാദമുണ്ടായിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. വിനോദ്, ഈ മഠത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം ഇതിനോടകം ഉണ്ടായിട്ടുണ്ടോ? അപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി. ഈ സച്ചിദാനന്ദ സ്വാമിയെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ അദ്ദേഹം മീറ്റിംഗിലാണെന്ന് പറഞ്ഞ് മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറി. മറ്റ് ആരുമല്ല, സച്ചിദാനന്ദ സ്വാമി നേരിട്ട് എത്തിയ എന്ന നിലയിൽ ആ തരത്തിൽ തന്നെയാണ് വിവാദം. കാരണം മഠത്തിന്റെ ഒരു ഏറ്റവും ഔന്നത്യത്തിലുള്ള ഒരാൾ, ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കേസുണ്ടെങ്കിൽ തന്നെയും പോലീസിനോട് അന്വേഷിക്കാമായിരുന്നു, വിളിച്ചന്വേഷിക്കാമായിരുന്നു എന്താണ് കാര്യം, എന്താണ് വസ്തുത. പക്ഷേ അദ്ദേഹം മഠത്തിന്റെ തന്നെ വാഹനത്തിൽ നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തുകയും ഈ കേസിലെ പ്രതിക്ക് വേണ്ടി ഇടപെട്ടു എന്ന തരത്തിലാണ് ആരോപണങ്ങൾ ഉയരുന്നത്. ഇത് വലിയ തരത്തിൽ വിവാദമാകും. ശിവഗിരിയുടെ പരിശുദ്ധിക്ക് കളങ്കം വരുത്തുന്ന, ഓട്ടം തട്ടുന്ന തരത്തിലുള്ള ഒരു നടപടിയായി ഇത് ശ്രീനാരായണീയരെ ആകെ തന്നെയും, ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതിന് പുരോഗമന കാഴ്ചപ്പാടായി കണ്ട് ജീവിതത്തിൽ അദ്ദേഹത്തെ വെളിച്ചമായി കാണുന്ന ഒരുപാട് ആളുകളെ വേദനിപ്പിക്കുന്നത്. ശ്രീനാരായണീയർ ഒരു സമുദായത്തിനപ്പുറത്തേക്ക് ഈ ആശയത്തെ, ഈ ദർശനത്തെ, ഈ ശിവഗിരിയെ തന്നെയും പുണ്യഭൂമിയായി കാണുന്ന ഒരു ദർശനത്തിന്റെ അല്ലെങ്കിൽ ആളുകൾക്ക് വെളിച്ചം നൽകുന്ന ഒരിടമായി കാണുന്ന, അവിടെ നേതൃത്വം നൽകുന്ന, പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആൾ തന്നെ ഇങ്ങനെ ഒരു പ്രതിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു എന്നത് അപമാനകരമായ സംഭവമായി എന്ന് തന്നെയാണ് പൊതുവെ ഉയരുന്ന ചർച്ച. ശരി, വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. മെഡിക്കൽ PG പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷയ്ക്ക് കേരളത്തിൽ പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നില്ല എന്ന് വിദ്യാർത്ഥികൾ. ആദ്യം അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ പരീക്ഷാ കേന്ദ്രം ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് അപേക്ഷിക്കുന്നവർക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും പരീക്ഷാ കേന്ദ്രം ലഭിക്കുന്നില്ല എന്നാണ് പരാതി. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ പേർ എഴുതുന്ന പ്രവേശന പരീക്ഷയായ നീറ്റിന് മതിയായ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചിട്ടില്ല. മാർച്ച് 31-നകം ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കുന്ന MBBS വിദ്യാർത്ഥികൾക്കാണ് നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ ആദ്യം അവസരം നൽകിയിരുന്നത്. എന്നാൽ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കാനുള്ള സമയം പിന്നീട് ജൂൺ വരെ നീട്ടിയതോടെ കൂടുതൽ അപേക്ഷകരെത്തുകയും ചെയ്തു. തീയതി നീട്ടിയതിനെ തുടർന്ന് അവസരം ലഭിച്ച ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കും കേരളത്തിന് പുറത്താണ് പരീക്ഷാ കേന്ദ്രം ലഭിച്ചത്. കൂടാതെ അവസാനം അപേക്ഷിച്ചവർക്ക് പരീക്ഷാ കേന്ദ്രം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും ലഭിക്കുന്നില്ല. മഹാരാഷ്ട്ര, ഗുജറാത്ത്, പഞ്ചാബ് ഇങ്ങനെയുള്ള സംസ്ഥാനം, ഗോവ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ പോയി എഴുതേണ്ടതായിട്ട് വരുന്നു. കർണാടക അങ്ങനെ സംസ്ഥാനങ്ങളിൽ പോയി എഴുതേണ്ടതായിട്ട് വരുന്നു. എങ്ങനെ ഇരുന്നാലും അവർ ഒരാഴ്ചയെങ്കിലും ലീവ് എടുത്ത് വേണം പോകാൻ. ഇന്റേൺഷിപ്പ് 365 ദിവസം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ അവരുടെ ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക്, അത്യാവശ്യങ്ങൾക്ക് 1-2 ലീവ് കൂടെ എടുത്ത് പോയി ഒരാഴ്ച കഴിഞ്ഞ് പോയാൽ ജൂൺ 30 കഴിയും. ജൂൺ 30 കട്ട് ഓഫ്, അന്ന് ഇന്റേൺഷിപ്പ് പൂർത്തിയാവുന്ന കുട്ടികൾക്ക് ഇതുകൊണ്ട് ഈ എക്സാം എഴുതുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ, അല്ലാതെ അവർ അംഗീകരിക്കത്തില്ല. മാർച്ച് 5-നാണ് നീറ്റ് പരീക്ഷ. ഇന്റേൺഷിപ്പ് കാലയളവിൽ നീണ്ട അവധിയെടുത്ത് ദൂരസ്ഥലത്ത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ പോയി പരീക്ഷ എഴുതാൻ കുട്ടികൾക്ക് കഴിയില്ല. കൂടാതെ പരീക്ഷയ്ക്കായി അവധി ലഭിക്കുന്നതും ബുദ്ധിമുട്ടാകുമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയം ജനുവരി 27-ന് അവസാനിക്കാനിരിക്കെ കൂടുതൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ. നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം. കോൺഗ്രസ് നേതാവ് പ്രതാപചന്ദ്രന്റെ മരണത്തിൽ ആക്ഷേപത്തിന് പ്രസക്തിയില്ല എന്ന് കെ മുരളീധരൻ. ഒരു യോഗത്തിലും ഒരു പരാതിയും ഉയർന്നു വന്നിരുന്നില്ല. പ്രതാപചന്ദ്രനെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തെ പൂർണ്ണ വിശ്വാസമായിരുന്നു. സാമ്പത്തികമായി ഒരു ആക്ഷേപവും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പ്രതാപേന്ദ്രനെ കുറിച്ച് ഒരു ആക്ഷേപവും പാർട്ടിയുടെ ഒരു ഫോറത്തിലുണ്ടായില്ല. ഞങ്ങൾക്ക് അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു. ഈ സാമ്പത്തികമായിട്ടുള്ള ചില അവാദകൾ ചിലർ ചൂണ്ടിക്കാണിച്ചപ്പോഴും അതിലും പ്രതാപേന്ദ്രനെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അത് റെക്ടിഫൈ ചെയ്യാനാണ് കഴിഞ്ഞ KPC യോഗത്തിലൊക്കെ ചില തീരുമാനങ്ങൾ എടുത്തത്. എൻ്റെ പല വാർത്തകളും പത്രത്തിൽ വന്നാണ് ഞാനത് ആവർത്തിക്കുന്നില്ല. ഏതായാലും പ്രതാപേന്ദ്രനെ കുറിച്ച് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഒരാക്ഷേപവും സാമ്പത്തികമായി അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായിട്ടില്ല. അതാ എനിക്കറിയില്ല. ഏതായാലും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അത് അന്വേഷിക്കട്ടെ.
തിരുവനന്തപുരം കല്ലറ ഭരതന്നൂരിൽ 49കാരിയെ വെട്ടിവീഴ്ത്തിയ സഹോദരൻ. കഴുത്തിലും കാലിലും കൈയിലും വെട്ടേറ്റ ഷീലയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതി സത്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാവിലെ 7:30ഓടെയാണ് സംഭവമുണ്ടായത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള തർക്കം കയ്യാങ്കളിയിലെത്തുകയായിരുന്നു. മകരവിളക്ക് ഉത്സവത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമല നട നാളെ അടയ്ക്കും. ഇന്ന് രാത്രി നടയടയ്ക്കും വരെ മാത്രമേ ദർശനമുള്ളൂ. നടയടച്ച ശേഷം മലയപ്പുറത്ത് ഗുരുതി നടക്കും. ഇന്ന് പതിവ് പോലെ വൈകിട്ട് 6:30 ദീപാരാധന നടക്കും. 9 മണിക്ക് അത്താഴപൂജയ്ക്ക് ശേഷം 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിന് പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കമ്മീഷൻ ഏജൻസിയായി മാത്രം കെൽട്രോൺ അധപതിക്കുന്ന അവസ്ഥ ഉണ്ടായി. പുതിയ കാലത്തിന്റെ കുതിപ്പിനൊപ്പം നിൽക്കാൻ നല്ല പരിശ്രമം വേണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കെൽട്രോണിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തങ്ങൾക്ക് സ്വന്തമായി ഒന്നും ചെയ്യേണ്ടതില്ല. ഈ പേരുപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുകയും അത് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി വരുമാനം ഉണ്ടാവുകയും ചെയ്യുന്ന എന്ന നിലയിലേക്ക് അധപ്പതിക്കുന്ന അവസ്ഥ കുറച്ചു കാലം തുറന്നു എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും സാധാരണഗതിയിൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ആ രീതിയിലുള്ള ഒരു അധപ്പതനത്തിലേക്ക് സ്ഥാപനമെത്തി. അത് പ്രതിസന്ധി കൊണ്ട് മാത്രമുണ്ടായതാണ് എന്ന് പറയാൻ പറ്റില്ല. ആവശ്യമായ കൃത്യമായ ദിശാബോധത്തിൻ്റെ അഭാവം, എങ്ങനെയെങ്കിലും ദൈനംദിന കാര്യങ്ങൾ നടത്തിയാൽ മതി എന്ന സാധാരണ നിലക്ക് സ്വീകരിക്കാൻ പാടില്ലാത്ത സമീപനം. ഒരു സ്ഥാപനം നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് മറികടന്ന് മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ ആസൂത്രണമില്ലായ്മ, ഇതൊക്കെയാണ് കെൽട്രോണിനെ നേരത്തെയുള്ള മികവിലേക്ക് പിന്നീട് ഉയർത്താൻ കഴിയാതിരുന്നത്. കേരളയിൽ അടക്കമുള്ള വികസന പദ്ധതികളിൽ നിന്നും സർക്കാർ പിന്നോട്ടില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വികസന വിരുദ്ധ സമീപനമാണ് പ്രതിപക്ഷ കക്ഷികൾ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നെഗറ്റീവായ നിലപാടാണ് പ്രതിപക്ഷ ശക്തികൾ, അത് പേരെന്തു പറഞ്ഞാലും, കോൺഗ്രസ് ആയാലും BJP ആയാലും UDF ആയാലും ഇവരെല്ലാം ചേർന്നുകൊണ്ട് നമുക്കെതിരായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെതിരായി ശക്തിയായ രീതിയിലുള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വികസന പ്രവർത്തനങ്ങളൊന്നും ഇനി നടത്താൻ പാടില്ല എന്നാണ് ഇവരുടെ എല്ലാ മുദ്രാവാക്യം. പ്രധാനപ്പെട്ട വികസന നിലപാടുകൾ കാണുമ്പോൾ കേരളയിൽ പറ്റില്ല, KFON പറ്റില്ല, ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനത്തിനും ഞങ്ങൾ നിൽക്കില്ല, ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന നിലപാട്, വികസന വിരുദ്ധ സമീപനം UDFും അതുപോലെ തന്നെ BJPയും വർഗീയവാദികളും എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമീപനം, ഒരു നിലപാടുള്ള സന്ദർഭത്തിൽ നമുക്കിതിനെല്ലാം എതിരായി ഇനി അങ്ങോട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് ജനങ്ങൾ അണിനിരത്തി മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട്. ജനങ്ങൾക്ക് ഇതിൻ്റെ പേരിൽ ഒരാശ്വാസ നടപടിയും വെച്ചുകൂടാ എന്ന നിർബന്ധ ബുദ്ധിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിൽ പിന്നോട്ടേക്ക് പോവില്ല. കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന വികസന പ്രക്രിയയിൽ നിന്നും പിന്നോട്ടേക്ക് പോകാൻ നമുക്കാവില്ല. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പോരാട്ടം നമുക്ക് കേന്ദ്രത്തിനെതിരായിട്ട് നടത്തേണ്ടി വരും. മലബാർ വന്യജീവി സങ്കേതത്തിന് ചുറ്റുമുള്ള ബഫർ സോൺ ബാധിത പ്രദേശങ്ങളിലെ ഫീൽഡ് സർവേ പൂർത്തിയായി. ഉപഗ്രഹ സർവേയിൽ 1200ഓളം നിർമ്മിതികൾ കണ്ടെത്തിയെങ്കിൽ ഫീൽഡ് സർവേ പൂർത്തിയായപ്പോൾ അത് 3900 ഉയർന്നു. മലബാർ വന്യജീവി സങ്കേതത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഉപഗ്രഹ സർവേയിൽ കണ്ടെത്തിയത് 1200ഓളം കെട്ടിടങ്ങൾ. എന്നാൽ ഫീൽഡ് സർവേ പൂർത്തിയായപ്പോൾ 3922 നിർമ്മിതികളുണ്ടെന്ന് കണ്ടെത്തി. ഉപഗ്രഹ സർവേ അശാസ്ത്രീയമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ കണക്കുകൾ.
ഉപഗ്രഹ സർവേയിൽ ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ 600ഓളം നിർമ്മിതികളും കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ 200ഓളം നിർമ്മിതികളുമാണ് രേഖപ്പെടുത്തിയത്. ഫീൽഡ് സർവേയിൽ 2 പഞ്ചായത്തുകളിലായി 3600 നിർമ്മിതികൾ രേഖപ്പെടുത്തി. ഉപഗ്രഹ സർവേയിൽ ബഫർ സോണിൽ ഉൾപ്പെടുന്ന കൂത്താളി പഞ്ചായത്ത് ഫീൽഡ് സർവേയിൽ പരിസ്ഥിതി സചേതന മേഖലയ്ക്ക് പുറത്താണ്. കേരള റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെന്റ് സെന്ററിന്റെ അസറ്റ് മാപ്പർ എന്ന ആപ്പിലാണ് നിർമ്മിതികളുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. UTM ജിയോ മാപ്പ് എന്ന മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നിർമ്മിതികളുടെ വിവരങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഉപഗ്രഹ സർവേയിൽ കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ നിർമ്മിതികൾ ഫീൽഡ് സർവേയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർഷകർ കൂടുതൽ ആശങ്കയിലേക്ക് നീങ്ങുകയാണ്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കാടിറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ചു കൊല്ലണമെന്ന് കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി. വനം വന്യജീവി നിയമം പൊളിച്ചെഴുതി മനുഷ്യജീവന് സംരക്ഷണം നൽകുന്ന രീതിയിൽ നിയമ ഭേദഗതി വേണം. ബഫർ സോൺ വിഷയത്തിൽ സർക്കാർ ഇടപെടലിൽ കാലതാമസമുണ്ടായി എന്നത് ശരിയാണ്. ബഫർ സോണിൽ നിന്നും കേരളത്തെ ഒഴിവാക്കണമെന്നും സുപ്രീംകോടതിയിൽ പ്രതീക്ഷയുണ്ടെന്നും ജോസ് കെ മാണി പറഞ്ഞു. അല്ല, അതാ ഞാൻ പറഞ്ഞത്. എവിടെ ഇപ്പൊ എല്ലാം ഒരു വിഷയം വരുമ്പോൾ അരിച്ചു പറിച്ച് ചിലപ്പോൾ സർക്കാരിന് വരുന്ന ചിലപ്പോൾ ചില വിഷയങ്ങൾ അവതരിപ്പിക്കണം, അത് സർക്കാരിലേക്ക് കൊണ്ടുവരുന്നു. പല വിഷയങ്ങളും ഞങ്ങൾ തന്നെ അവതരിപ്പിച്ചല്ലോ. ഇപ്പൊ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടല്ലേ ആദ്യമേ തന്നെ ഗ്രൗണ്ട് ലെവൽ വേണമെന്നോ അതിന് മുമ്പ് ആരും മീഡിയ പറഞ്ഞില്ലല്ലോ. അതിന് മുമ്പ് ഒരു കർഷക സംഘടനയും പറഞ്ഞില്ലല്ലോ. ഞങ്ങളല്ലേ ആദ്യമേ പറഞ്ഞത്. ഞങ്ങൾ അധികാരത്തിൽ കൊണ്ടുണ്ടല്ലോ. അപ്പോൾ അത് കറക്ഷൻസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് നമുക്ക് രാഷ്ട്രീയമല്ല വേണ്ടത്. ഞാൻ ചോദിച്ചത് ഇപ്പൊ തമിഴ്നാട്ടിലൊരു വിഷയം ഇതുപോലൊക്കെ ഉണ്ടാവും. ഒന്നിച്ചാണ് നിൽക്കുന്നത്. ഇതിനകത്ത് ഒന്നിച്ചാണ് പോകേണ്ടത്. അത് ഒരു കാര്യമുള്ള ഞങ്ങള് ജനങ്ങളുടെ പക്ഷത്താണ്. തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ ഓപ്പണായിട്ട് പറയും. എനിക്ക് യാതൊരു സംശയമില്ല. ജനവാസ കേന്ദ്രങ്ങളിൽ കടുവാ ശല്യം തടയാൻ കള്ളിംഗ് ശുപാർശ ചെയ്ത് പരിസ്ഥിതി വിദഗ്ധൻ മാധവ് ഗാഡ്ഗിൽ. ദേശീയോദ്യാനങ്ങൾക്ക് പുറത്ത് ആവശ്യമെങ്കിൽ വന്യമൃഗങ്ങളെ കൊല്ലാൻ പ്രത്യേക ലൈസൻസ് അനുവദിക്കണമെന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് വ്യക്തമാക്കി. പല വിദേശ രാജ്യങ്ങളും ഈ രീതി പിന്തുടരുന്നുണ്ട്. ദേശീയോദ്യാനങ്ങൾക്ക് പുറത്ത് വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ നിയമമുള്ള ഏക രാജ്യം ഇന്ത്യയാണെന്നും മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു. ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങളുടെ ശല്യം നേരിടുന്നതിന്റെ ഭാഗമായി അവയുടെ എണ്ണം നിയന്ത്രിക്കാൻ വനീകരണം അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ പ്രസ്താവനയെ പിന്താങ്ങുന്ന നിലപാടാണ് മാധവ് ഗാഡ്ഗിൽ സ്വീകരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കർണാടകത്തിൽ 10,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൽബുർഗി, യാദ്ഗിരി ജില്ലകളിൽ ജലസേചന, കുടിവെള്ള പദ്ധതികളും ദേശീയപാത വികസന പദ്ധതിയും മോദി ഉദ്ഘാടനം ചെയ്തു. ನಿಮ್ಮ ಜೋರಾದ ಕರತಾಡನ ಇದಕ್ಕೆ ಹಿನ್ನೆಲೆ ಸಂಗೀತ ಆಗುತ್ತೆ ಅಂತ ನಾವು ಹಿನ್ನೆಲೆ ಸಂಗೀತ ഈ മാസം ഇത് 2ാം തവണയാണ് മോദി കർണാടകം സന്ദർശിക്കുന്നത്. കഴിഞ്ഞ 12-ന് ഹൂബ്ലിയിൽ മോദി റോഡ് ഷോ നടത്തിയിരുന്നു. അമൃത്സറിൽ വിമാനം മുഴുവൻ യാത്രക്കാരെയും കയറ്റാതെ പറന്നുയർന്നത് വിവാദമായി. സിംഗപ്പൂരിലേക്ക് സർവീസ് നടത്തുന്ന സ്കൂട്ട് എയർലൈൻസ് വിമാനമാണ് നിർദ്ദിഷ്ട സമയത്തിന് മുന്നേ പറന്നത്. വൈകുന്നേരം 7:55-ന് പുറപ്പെടേണ്ട വിമാനം 3 മണിക്ക് പുറപ്പെടാൻ തീരുമാനിച്ച കാര്യം യാത്രക്കാരെ ഇമെയിൽ വഴി അറിയിച്ചിരുന്നു. ഇമെയിൽ പരിശോധിച്ച യാത്രക്കാർ നേരത്തെ എത്തിയതോടെ വിമാനം യാത്ര തുടങ്ങി. എന്നാൽ 35 യാത്രക്കാർ വിമാനം നേരത്തെ പുറപ്പെടുന്ന കാര്യം ഇമെയിൽ പരിശോധിക്കാത്തത് മൂലം അറിഞ്ഞിരുന്നില്ല. ഇവർ വിമാനത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സംഭവത്തിൽ DCGയെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അയ്യപ്പന്റെ പൂങ്കാവനം ആനകളുടെ വിഹാര കേന്ദ്രമാണ്. തീർത്ഥാടന കാലത്തെ തിരക്കുകൾ മൂലം പലപ്പോഴും ആളനക്കമുള്ള ഇടങ്ങളിൽ നിന്നും ആനകൾ ഒഴിഞ്ഞു നിൽക്കുകയാണ് പതിവ്. പക്ഷേ ഉരൽക്കുഴിക്ക് സമീപം പലപ്പോഴും ആനകളുടെ സാന്നിധ്യം സജീവമാണ്. ആ ദൃശ്യങ്ങൾ ഞങ്ങളുടെ ക്യാമറാമാൻ KP ധനേഷ് പകർത്തിയതാണ്. അതിലേക്ക് വാർത്തയിൽ ഇന്ന് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.